തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിത ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് LDF സർക്കാരിനെതിരെ ദേവികുളം താലൂക്കിൽ മുഴുവനും ഗ്രാമപഞ്ചായത്തുകൾക്ക് മുമ്പിലും ഏപ്രിൽ 4, 5 തീയതികളിൽ രാപ്പകൽ സമരം നടത്താൻ അടിമാലിയിൽ ചേർന്ന UDF ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. മാർച്ച് 28-ന് മുമ്പ് UDF പഞ്ചായത്ത് തല നേതൃയോഗങ്ങൾ ചേരും. അടിമാലിയിൽ ചേർന്ന കമ്മിറ്റിയിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിത ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് LDF സർക്കാരിനെതിരെ ദേവികുളം താലൂക്കിൽ മുഴുവനും ഗ്രാമപഞ്ചായത്തുകൾക്ക് മുമ്പിലും ഏപ്രിൽ 4, 5 തീയതികളിൽ രാപ്പകൽ സമരം നടത്താൻ അടിമാലിയിൽ ചേർന്ന UDF ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. മാർച്ച് 28-ന് മുമ്പ് UDF പഞ്ചായത്ത് തല നേതൃയോഗങ്ങൾ ചേരും. UDF നിയോജകമണ്ഡലം ചെയർമാൻ MB സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. 5-ാം തീയതി രാവിലെ 10 മണിക്ക് അവസാനിക്കുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പിറ്റേ ദിവസത്തെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മാസം ഏപ്രിൽ മാസം 10-ാം തീയതി വന്യമൃഗങ്ങളുടെ അക്രമം നിമിത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കത്തക്ക നിലയിൽ ജനങ്ങളുടെ ജീവന് ഹാനികരമാകുന്ന വന്യജീവികളെ വെടിവെക്കുന്നതിനുള്ള ഉത്തരവിടുവാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുതോണിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തുന്നതാണ്. മുൻ MLA AK മണി മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ ബാബു കീച്ചേരി, KA യൂനുസ്, ജോൺസ് അലക്സാണ്ടർ, TS സിദ്ദിഖ്, ജോർജ് തോമസ്, S വിജയകുമാർ, ഹാപ്പി K വർഗീസ്, നവാസ് അടിമാലി, KP അസീസ്, തുളസി ഭായി, അനസ് ഇബ്രാഹിം, അമാൻ പള്ളിക്കര, JB മൻസാർ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.